ഹായ് ഹലോ, എൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. നമ്മുടെ ലീഗൽ അസിസ്റ്റൻ്റ് എക്സാം കഴിഞ്ഞിട്ടുണ്ട്. ലീഗൽ അസിസ്റ്റൻ്റ് എക്സാം സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ വളരെ കുറച്ച് വീഡിയോസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, ലോങ് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല, ഷോർട്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പക്ഷേ എനിക്കിപ്പം ലീഗൽ അസിസ്റ്റൻ്റ് എക്സാം ഇപ്പോൾ കഴിഞ്ഞു, 23rd കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് 100 സബ്സ്ക്രൈബറും ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ലോങ് വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. ഇനി ഒരുപാട് പേര് എക്സാമിനെ കുറിച്ച് ചോദിച്ചു. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ടഫായിരുന്നു എക്സാം. നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് തന്നെയാണ് പോയത്. ഓൺലൈനായിട്ടൊരു കോച്ചിങ്ങിനും ചേർന്നിട്ടുണ്ടായിരുന്നു, സെൽഫായിട്ട് നല്ല രീതിക്ക് പഠിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും എക്സാം പൊതുവെ ടഫ് തന്നെ ആയിരുന്നു. പിന്നെ എല്ലാവർക്കും ഒരുവിധം ടഫാണെന്നാണ് അറിയുന്നത്. എളുപ്പമുള്ള കുട്ടികളും ഉണ്ട്, അതൊക്കെ ഓരോരുത്തരുടെ ഒരു ലെവൽ അനുസരിച്ചിരിക്കുമല്ലോ. അപ്പോൾ എളുപ്പമുള്ളവരും ഉണ്ട്, എങ്കിലും പൊതുവേ കൂടുതൽ ആൾക്കാരും ടഫാണെന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ കട്ട് ഓഫിൻ്റെ കാര്യം ഒന്നും അറിഞ്ഞുകൂടാ. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതൽ. ഇതുവരെ നടത്തിയിട്ടുള്ള, ഇതിന് തൊട്ട് മുമ്പ് നടത്തിയ ലീഗൽ അസിസ്റ്റൻ്റ് വരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ഫാക്ച്വൽ ക്വസ്റ്റ്യൻസും ആയിരുന്നു കൂടുതൽ. പക്ഷേ ഈ എക്സാമിന് അങ്ങനെ അല്ലായിരുന്നു. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അതേസമയം തന്നെ നല്ല ഡീപ്പായിട്ട് റിസർച്ച് ചെയ്ത് പഠിച്ച് പോകേണ്ട ടോപ്പിക്സും ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ ഒരു അപാകത ഉണ്ട്. പിന്നെ എന്താ പറയുക, ടൈമിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസൊക്കെ നന്നായിട്ട് വായിച്ചെഴുതേണ്ട തന്നെയായിരുന്നു. പിന്നെ കൺഫ്യൂസിങ് ആയിട്ടുള്ളത്, അങ്ങനെയൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ ഇതിൽ ഡിലീഷൻ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ അതിനെക്കുറിച്ചൊന്നും നമുക്ക് ഇപ്പോൾ ഉറപ്പിക്കാൻ പറ്റില്ല. ഇനി ഫൈനൽ ആൻസർ കീ വരുമ്പോഴേ നമുക്കറിയാവൂ കട്ട് ഓഫിൻ്റെ കാര്യമെല്ലാം. പിന്നെ എന്നാലും നന്നായിട്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, അതിലൊരു സന്തോഷമുണ്ട്. കാരണം ഇതിനു മുമ്പും PSC ഇതുപോലെ എക്സാംസൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും ഇത്രയും പ്രിപ്പയർ ചെയ്തിട്ടില്ല. അതിന് എൻ്റെ ഓൺലൈൻ കോച്ചിങ് അഡ്ഹോക്ക് ലേണിംഗ് ആപ്പിലാണ് ഞാൻ പഠിച്ചത്. അഡ്ഹോക്ക് ലേണിംഗ് ആപ്പിനൊരു പ്രത്യേകം താങ്ക്സ് പറയണം. അശ്വിൻ സാറും ബാക്കിയുള്ള സാറുമാരെല്ലാവരും നന്നായിട്ട് എന്നെ പഠിപ്പിച്ചു. അവരെ ഭാഗത്തു നിന്നുള്ള 100% അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് പഠിപ്പിക്കേണ്ടത് മാത്രം വേണമെന്നുള്ള ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിപ്പിച്ച് നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കാതെ നല്ല രീതിയിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോട്ട്സും എല്ലാം നല്ല പ്രിസൈസ് ആയിട്ടുള്ള നോട്ട്സും ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും പിന്നെ മോഡൽ എക്സാംസ് 20 മോഡൽ എക്സാംസ് വരെ തന്നിട്ടുണ്ടായിരുന്നു. അത് നല്ല എന്താ പറയുക, നല്ല ഉപയോഗപ്പെട്ടു എനിക്ക്. കാരണം എനിക്ക് റിവൈസ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, കാരണം നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ടല്ലോ. അപ്പം ഈ മോഡൽ എക്സാംസ് നല്ല ഗുണം ചെയ്തു. മോഡൽ എക്സാംസ് നമുക്ക് നോക്കുന്ന സമയത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടി, ഒരുപാട് ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്യാൻ പറ്റി, ഒരുപാട് ടോപ്പിക്സ് റിവൈസ് ചെയ്യാൻ പറ്റി. അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ടായി അവരെ മോഡൽ എക്സാംസ്. പിന്നെ ക്ലാസ്സും അതേപോലെ തന്നെ നല്ല ക്ലാസ്സായിരുന്നു. ഇനി ഇത് കിട്ടുമോ ഇല്ലയോ അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. എങ്കിലും നമ്മൾ മാക്സിമം കൊടുക്കാൻ പറ്റും. നമുക്കൊരു നിരാശയില്ല, ഒന്നും പഠിക്കാതെ പോയി അല്ലെങ്കിൽ കുറച്ചുകൂടെ പഠിച്ചിരുന്നെങ്കിൽ അങ്ങനെയൊന്നുമുള്ള ഒരു നിരാശയില്ല. പഠിച്ചിട്ടുണ്ട്, നന്നായിട്ട് പഠിച്ച് തന്നെയാണ് പോയത്. പിന്നെ പഠിച്ചാലും നെഗറ്റീവ് വരും, പിന്നെ അങ്ങനെ പല കാര്യങ്ങൾ. ഒരുപക്ഷെ നമ്മുടെ മാക്സിമം എന്ന് പറയുന്നത് വേറെ ആൾക്കാരുടെ മിനിമം ആയിരിക്കാം. അതേപോലെ ഞാൻ മാക്സിമം പഠിച്ചു എന്ന് പറയുന്നത് വേറൊരാൾക്ക് അതൊരു മിനിമം ആയിരിക്കാം. അവരുടെ മാക്സിമം നമ്മുടെ മാക്സിമം ഈക്വൽ ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ റിസൾട്ടിൽ നല്ല വേരിയേഷൻ വരും. അപ്പം റിസൾട്ട്സിനെ കുറിച്ച് ഓർത്തൊന്നും ടെൻഷനൊന്നും തോന്നുന്നില്ല. പറ്റുന്നതിൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ട് പഠിച്ചിട്ടുണ്ട്, എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയൊക്കെ റിസൾട്ട് വരുമ്പോൾ നോക്കാം. പിന്നെ ഇനി അടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി KITയുടേതാണ് നോക്കാനുള്ളത്. KITയുടെ നോക്കണം. പിന്നെ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ലീഗൽ അസിസ്റ്റൻറ്റിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിയ സമയത്താണ് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ലോങ് വീഡിയോസൊന്നും ഞാൻ ഇതിലിട്ടിട്ടില്ല, ഷോർട്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പം എന്നിട്ട് എനിക്ക് 100 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട്. എല്ലാവരും ഇനി സപ്പോർട്ട് ചെയ്യണം. ഇനി ലോങ് വീഡിയോസൊക്കെ ഇടാം നമുക്ക്. ഇനി KIT അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ്, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഇടാം. അപ്പോൾ ഓക്കെ, എല്ലാവരെയും സപ്പോർട്ട് വേണം.